ഇന്ത്യയിൽ പ്രതിപക്ഷ നിരയിലുള്ള ഏറ്റവും വലിയ പാർട്ടികൾ ഏതേ എന്ന് ചോദിച്ചാൽ അതിന് വിരലെണ്ണാവുന്ന മറുപടി പോലും പറയാനുണ്ടാകില്ല. പ്രധാനപ്പെട്ട പാർട്ടികളൊന്ന് TMC, മറ്റൊന്ന് സമാജ്വാദി പാർട്ടിയാണ്, മൂന്നാമത്തെ പാർട്ടി DMK. ഈ മൂന്ന് പാർട്ടികളും സമാനതകളില്ലാത്ത പ്രതിസന്ധികളെ നേരിടുകയാണ്. അത് ഏറ്റവും പ്രധാനം വെസ്റ്റ് ബംഗാളാണ്. അവിടെ മമതാ ബാനർജിയുടെ കീഴിൽ ഉരുക്കുകൊട്ട പോലെ നിന്ന മോദിയെ വിറപ്പിച്ചിരുന്നു എന്ന് പറയുന്ന TMC ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരം TMCയുടെ 80 MLA-മാരിൽ 60 പേരും തങ്ങളാണ് യഥാർത്ഥ TMC എന്നും തങ്ങൾക്ക് ഇരിക്കുവാൻ പ്രത്യേക ഇരിപ്പിടം നിയമസഭയിൽ വേണമെന്നും മമതാ ബാനർജിയാണ് തങ്ങളുടെ പ്രതിപക്ഷ നേതാവെന്നും കാട്ടിക്കൊണ്ട് സ്പീക്കർക്ക് ഇപ്പോൾ ഒരു കത്ത് നൽകിയിരിക്കുകയാണ്. സ്പീക്കർ രവീന്ദ്ര ബോസിനാണ് കത്ത് നൽകിയിരിക്കുന്നത്. തങ്ങളാണ് യഥാർത്ഥ TMC, മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള TMC യഥാർത്ഥ TMC അല്ല എന്നാണ് ഇവർ ഈ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. 60 MLA-മാരുള്ളപ്പോൾ സ്വാഭാവികമായി കൂറുമാറ്റ നിരോധന നിയമം ഇതിൽ ബാധകമാകില്ല. ഇതിന് 2022 സമാനമായ ഒരു സംഭവം മഹാരാഷ്ട്രയിൽ നടന്നിട്ടുണ്ട്. അന്ന് ഔദ്യോഗിക ശിവസേന പിളർന്ന് ഷിൻഡെയുടെ നേതൃത്വത്തിൽ ഒരു ശിവസേന രൂപപ്പെടുകയും ആ ഷിൻഡെയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ട ശിവസേനയ്ക്കാണ് ചിഹ്നവും പാർട്ടിയുടെ മറ്റ് അനുബന്ധ കാര്യങ്ങളും ലഭിക്കുകയും അതിനെ ഔദ്യോഗിക ശിവസേനയായി അംഗീകരിക്കേണ്ടി വന്നു. ഉദ്ധവ് താക്കറെക്കടക്കം, ബാൽ താക്കറെ എന്ന് പറയുന്നത് ശിവസേന സ്ഥാപകനാണ്, അദ്ദേഹത്തിന്റെ മകൻ അടക്കം ഇപ്പോൾ വിമത ശിവസേന എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത്. അതിന് സമാനമായ നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ഏതായാലും BJP വളരെ ആഹ്ലാദത്തിലാണ് എന്ന് തോന്നുന്നു. BJPയുടെ മന്ത്രി തപസ് റോയി അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ ഇട്ടൊരു പോസ്റ്റ്, കളി തുടങ്ങി എന്ന് പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഏതായാലും മമതാ ബാനർജി പറയുന്നത് BJP വലിയ രീതിയിൽ തന്നെ ഓപ്പറേഷൻ നടത്തി തങ്ങളുടെ MLA-മാരെ മറുകണ്ഠം ചാടിക്കുകയാണ് എന്നാണ്. ഇന്നലെ വന്നൊരു വാർത്ത, ഏതാണ്ട് 6 പേർ മാത്രമാണ് മമതയോടൊപ്പം വിശ്വസ്തരായി ഇപ്പോഴും നിലകൊള്ളുന്ന 6 MLA-മാർ മാത്രമാണ്. 3 MP-മാർ മാത്രമാണ് മമതയോടൊപ്പം ഈ നിമിഷം വരെ ഉള്ളൂ. ബാക്കിയുള്ള MP-മാരെല്ലാം തന്നെ ഏത് നിമിഷവും BJP പാളയത്തിലേക്ക് പോകാൻ തയ്യാറെടുക്കുക ആണ് എന്നുള്ള വാർത്ത കൂടി വരുന്നു. ഇതിനോടൊപ്പം തന്നെ DMK-യുടെ കൂടെ അവശേഷിക്കുന്ന ഒരു ഘടകകക്ഷി ഉണ്ടായിരുന്നു, അവർ കൂടി ഇപ്പോൾ വിജയോടൊപ്പം പോകാനുള്ള തീരുമാനത്തിലാണ്. അതായത് DMK-യും ഒറ്റപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ DMK BJP-യുടെ പാളയത്തിലേക്ക് എത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ന്യൂസ് ഡെസ്ക്.